റൂംസ് എന്ന ഹോളിവുഡ് സിനിമ കണ്ടു. ഈ സിനിമ എനിക്കൊരു ആവറേജ് ഫീലായിട്ടാണ് തോന്നിയത്. കാരണം ഇത് തുടങ്ങിയത് നന്നായിട്ട് തുടങ്ങി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കഥ ഭയങ്കര ഭയങ്കര സിംബോളിക്കായി. എങ്ങനെ വേണേലും നമുക്ക് ഇൻറ്റർപ്രറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ളൊരു കഥയായി മാറി. അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ സിനിമ കാണാം. തുടക്കത്തെ ആദ്യത്തെ പകുതി കംപ്ലീറ്റ് നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ എങ്ങനെ വേണേലും ഇൻറ്റർപ്രറ്റ് ചെയ്യാം, ഓപ്പൺ ടു ഇൻറ്റർപ്രിറ്റേഷൻ എന്ന രീതിയിലല്ലാത്ത ഒരു ഹൊറർ ഫിലിമായിട്ടാണ് പോകുന്നത്. പക്ഷെ അവസാനം എത്തുമ്പോഴത്തേക്കും അത് ഭയങ്കര സിംബോളിക്കായി എന്തൊക്കെയോ കാണിക്കുന്ന ഒരു അവസ്ഥയായി. നമുക്ക് എങ്ങനെ വേണേലും അതിൻ്റെ അർത്ഥം എന്താണെന്ന് എങ്ങനെ വേണേലും നമുക്ക് പറയാമെന്നുള്ളൊരവസ്ഥയായി. തുടക്കത്തിൽ നല്ല രസമാണ്. ഈ ബാക്ക് റൂംസിൻ്റെ കുറച്ച് സംഗതികൾ, ലിമിനൽ സ്പേസ്, ബാക്ക് റൂംസ്, അങ്ങനത്തെ സംഗതികളൊക്കെ ഓൺലൈനിൽ കുറച്ച് നല്ലോണം ഫേമസ് ആണ്. അപ്പോൾ അതുപോലത്തെ കുറേ റൂമുകളും കുറേ സ്പേസുകളും അവിടെ നമുക്ക് ഒരു ഹൊറർ ഉണ്ടാക്കുന്ന കുറച്ച് സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില ഭാഗത്തൊന്നും അത്ര ലോജിക്കില്ല. ചില ഹൊറർ സിനിമയിൽ നമ്മൾ സ്ഥിരം കാണുന്ന സംഗതികൾ പലതും നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഒരു പുതിയൊരു അനുഭവമായിരുന്നു. ഇങ്ങനത്തെ ഒരു സംഗതി അധികം സിനിമയിൽ കണ്ടിട്ടില്ല. പിന്നെ പകുതി കഴിഞ്ഞപ്പോൾ തൊട്ട് കംപ്ലീറ്റ് വളരെ സിംബോളിക്കായി എന്തൊക്കെയോ നടക്കുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു, ആരൊക്കെയോ വരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത, എനിക്ക് തീരെ പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു കാറ്റഗറി ഓഫ് ഫിലിംസാണ് അത്. അങ്ങനെ പോകുന്നൊരു ടൈപ്പ് സിനിമകൾ. അങ്ങനെ എങ്ങനെ വേണേലും നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്ത് വേണേലും നമുക്ക് ഊഹിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ പോയി അവസാനം അത് പെട്ടെന്നങ്ങ് അവസാനിക്കും. അപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും കിട്ടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ആവറേജ് പടം എന്നേ പറയുള്ളൂ. ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഹാഫ് തീരെ കൊള്ളില്ല.